അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ മലയാളി ദമ്പതികളും സുഹൃത്തും മരിച്ച നിലയിൽ കോട്ടയം സ്വദേശി നവീൻ, ഭാര്യ ദേവി, സുഹൃത്ത് ആര്യ എന്നിവരെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൂവരും ബ്ലാക്ക് മാജിക്കിന് ഇരയായതെന്നാണ് പോലീസിന്റെ നിഗമനം. ടെലഗ്രാം ഗ്രൂപ്പുകളും നവീന്റെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ഇക്കഴിഞ്ഞ മാർച്ച് 27-നാണ് ആര്യയെ കാണാനില്ലെന്ന പിതാവ് വട്ടിയൂർക്കാവ് പോലീസിൽ പരാതി നൽകുന്നത്. ആര്യയുടെ സുഹൃത്തായ ദേവിയെയും ഭർത്താവ് നവീനെയും കാണാനില്ലെന്നും അന്വേഷണത്തിൽ വിവരം ലഭിച്ചു. അതിനിടെ വിമാനമാർഗം മൂവരും ഗുവാഹത്തിയിലേക്ക് പോയതായി കണ്ടെത്തിയിരുന്നു. ഇന്ന് ഹോട്ടൽ മുറിയിൽ ദേഹം മുഴുവൻ മുറിവേറ്റ് രക്തം വാർന്ന് മരിച്ച നിലയിലായിരുന്നു മൂവരും. മുറിയിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പും കണ്ടെടുത്തു. ആത്മഹത്യക്ക് കാരണം ബ്ലാക്ക് മാജിക് ആണെന്ന് ചൂണ്ടിക്കാട്ടി ദേവിയുടെ ബന്ധു സൂര്യ കൃഷ്ണമൂർത്തി രംഗത്തെത്തി. ഈ രണ്ടുപേരും ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീണുപോയി എന്നുള്ളതാണ്. ഈ മരിച്ച 3 പേരും വെൽ എഡ്യൂക്കേറ്റഡ് ആണ്. ഈ മരിച്ച ഒരു കുട്ടിയുടെ കല്യാണം അടുത്ത ഒരാഴ്ചയ്ക്ക് 1 മാസത്തിനുള്ളിൽ നടക്കേണ്ടതുമാണ്. അപ്പോൾ ഇത്രയും എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ ഇങ്ങനെ ഒരു ബ്ലാക്ക് മാജിക്കിന്റെ കെണിയിൽ വീഴണമെങ്കിൽ അത് വളരെ സീരിയസ് ഇഷ്യൂ ആണെന്ന് എനിക്ക് തോന്നുന്നു. ഇനി ഒരാൾക്ക് ഇങ്ങനെ വരാതിരിക്കാനുള്ള ബോധവൽക്കരണം ഈ ഒരു സംഭവത്തിൽ കൂടി ഉണ്ടാകണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ലെന്ന് നവീനിന്റെ ബന്ധു പ്രതികരിച്ചു. അതെന്നാ സംഘടനയാണെന്ന് എനിക്കറിയത്തില്ല. അതിനകത്ത് മറ്റോ ആയിരുന്നൊക്കെ ഇങ്ങനെ ആൾക്കാർ പറഞ്ഞുള്ള അറിവുള്ളൂ നമുക്ക്. അങ്ങനെ ഇവര് ബന്ധപ്പെട്ട് അതുമായിട്ട് പോയതാണെന്ന് തോന്നുന്നു. പുനർജനി എന്നാ പറയുന്നത് എന്നാന്ന് എനിക്കറിയത്തില്ല. അതെന്നാ സംഭവമാണ്. ഈ സാത്താൻ സേവ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ടെലിഗ്രാം വഴിയുള്ള ബ്ലാക്ക് മാജിക് ആണ് ആത്മഹത്യക്ക് കാരണമെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ടെലിഗ്രാം ഗ്രൂപ്പുകളും നവീന്റെ സുഹൃത്തുക്കളെയും കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തും. വട്ടിയൂർക്കാവ് പോലീസിന്റെ പ്രത്യേക സംഘം അരുണാചൽ പ്രദേശിലേക്ക് തിരിക്കും. പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെ പൂർത്തിയായതിനു ശേഷം കൂടുതൽ വ്യക്തത വരുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.